ഹലോ ഗൈസ്, ഞാനൊന്ന് എറണാകുളം വരെ പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴോ ഭയങ്കര മഴ കാരണം വേറെ എങ്ങും കറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നേരെ നമ്മൾ ലുലുവിലോട്ട് കയറി. അങ്ങനെ അവിടെ ചെന്നപ്പം ആ ഒരു ലുലു മാളിൽ ഞാൻ മാത്രമുണ്ട്. പിന്നെ കുറച്ച് സെക്യൂരിറ്റി ചേട്ടന്മാരും. കടകളാണെങ്കിലോ ഒരെണ്ണം പോലും തുറന്നിട്ടുമില്ല. പിന്നെ ഏതായാലും നമുക്ക് സമയം കളയണമല്ലോ, വെളിയിലാണെങ്കിൽ നല്ല മഴയും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കുറച്ച് പ്രതിമയുടെ ഒക്കെ ഫോട്ടോ എടുത്ത് ഞാൻ അവിടെ അങ്ങ് നിന്നു. പിന്നെ എല്ലാ ഫ്ലോറിലെയും കടകൾ ഇതുപോലാണോ എന്ന് അറിയാനായിട്ട് ബാക്കിയുള്ള ഫ്ലോറിലോട്ടും ഞാൻ പോയി നോക്കി. അവിടെ ഏതെങ്കിലും ഒരു കട തുറന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് കടകൾ പോയിട്ട് ഇവിടുത്തെ ഈ ഒരു സ്ക്രീൻ പോലും ആ ഒരു സമയത്ത് വർക്കിംഗ് അല്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്യാൻ, ഇനിയിപ്പോ ഹൈപ്പർ മാർക്കറ്റ് തുറന്നിട്ടുണ്ടോ എന്ന് കൂടെ മാത്രമേ നോക്കാനുള്ളൂ. പിന്നെ എക്സ്കലേറ്ററെ കയറി താഴെ പോകാന്ന് വിചാരിച്ചപ്പോൾ അത് വർക്കിംഗ് അല്ല. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോൾ അത് വർക്കിംഗ് ആയി. എന്ത് ചെയ്യാനാണോ എന്തോ. അങ്ങനെ താഴെ വന്ന് നോക്കിയപ്പം ആ ഒരു ഹൈപ്പർ മാർക്കറ്റ് മാത്രം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെയും വേറെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ലുലു മാള് എനിക്ക് മാത്രമായിട്ട് തുറന്നു തന്ന പോലെ ഉണ്ട്. അങ്ങനെ ആ ഒരു ഹൈപ്പർ മാർക്കറ്റിലും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്ന് സമയം കളഞ്ഞു. അങ്ങനെ അവിടുത്തെ എല്ലാം കണ്ടു തീർന്ന് അവിടെ നിന്നും പതുക്കെ ഇറങ്ങി ഒരു ബുക്ക് സ്റ്റാളിലോട്ട് കയറി. അവിടെ കണ്ടപ്പോൾ മൊത്തം ബുക്കാന്ന് വിചാരിച്ചു. പക്ഷേ അകത്ത് നോക്കിയപ്പോൾ കുറെ കളിപ്പാട്ടമൊക്കെ ഉണ്ട്. അതുകൂടാതെ പല പല വെറൈറ്റി ബുക്കുകളും ഇവിടെ ഉണ്ട്. അങ്ങനെ മഴയൊക്കെ ഏകദേശം കുറഞ്ഞെന്ന് കണ്ടപ്പോൾ നേരെ പോകാന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് തന്നെ ഈ കടയും തുറന്നു. എന്നാ പിന്നെ ഏതായാലും അവർ തുറന്ന സ്ഥിതിക്ക് അവിടെ കൊടുന്ന് കയറിയിട്ട് പോകാന്ന് വിചാരിച്ചു. അവിടെ കയറി. അങ്ങനെ അവിടെ കയറിയപ്പോൾ അവിടെ നല്ല വെറൈറ്റി ടൈപ്പ് ടോയ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ ഈ ഒരു സാധനം എടുക്കാന്ന് വിചാരിച്ചു. അത് എടുത്തു. എന്നിട്ട് അതിന്റെ ജസ്റ്റ് ഞാൻ ചുമ്മാ വില നോക്കിയതാണ്. വില നോക്കിയപ്പോൾ അതിന് 3500 രൂപ. അതിനും വേണ്ടി എന്താണ് ഇതിനകത്തുള്ളതെന്ന് ഞാനൊന്ന് ആലോചിച്ചു. പിന്നെ ഞാൻ അത് എടുത്തെടുത്ത് തന്നെ വെച്ചു. അതിനത്രയായ സ്ഥിതിക്ക് പിന്നെ ഇതിന്റെ ഒന്നും വില നോക്കേണ്ട തന്നെ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ആ ഒരു കടയിൽ നിന്നും പതുക്കെ ഇറങ്ങി. അതിനുശേഷം അവിടെയുള്ള തിയേറ്റർ വരെ ഒന്ന് പോയി. അവിടെ ഏതൊക്കെ നല്ല സിനിമ എല്ലാം ഉണ്ടെങ്കിൽ അതെങ്കിലും കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ നോക്കിയപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. അങ്ങനെ ലുലു മാളിൽ നിന്ന് തന്നെ ഞാനങ്ങ് ഇറങ്ങി. അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.